നമസ്തേ. 4/8/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലം ആണ് നമ്മൾ നോക്കുന്നത്. ഇടവം തുലാം രാശിക്കാർക്ക് ശുഭകരമാണ്. മേഢം മിഥുനം കന്നി രാശിക്കാർക്ക് മധ്യമമാണ്. ചിങ്ങം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ദോഷമാണ്. കർക്കിടകം ധനു മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷം ആണ്. ഈ കഠിന ദോഷം എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ നാമജപമൊക്കെ കൂടുതൽ നടത്തി അവരുടെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യണം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. കാരണം ഇത് ചെയ്യുന്നതിന് ഇതിങ്ങനെ പറയുന്നതിന് വളരെ ശ്രമകരമായ ഒരു വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. എളുപ്പമൊന്നുമല്ല ഇത്. കുറേ അധികം സമയം ഇതിൻ്റെ പുറകിൽ ഉണ്ട്. അങ്ങനെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് അധ്വാനമുണ്ട്. ആ അധ്വാനം ഉണ്ട് എന്ന് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇതിന് കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ നൽകിയാലാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇഷ്ടദേവേതര കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത്, കരിങ്കുട്ടി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ അടയാളമൊന്നുമില്ല, ദോഷമുണ്ടോ എന്നാണ്. അത് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ. അതിന് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുക മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയൂ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു ഉത്തരം നൽകാൻ നിർവാഹമില്ല ഇതിലൂടെ എന്നറിയിക്കട്ടെ. കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നേരിട്ട് വരികയോ ചെയ്താൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ മറുപടി അതേ നമുക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ കാലം കോഴി എന്ന് പറയുന്നത് ഉണ്ടോ എന്നാണ്. ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ ഒരു രീതി വന്നത്. പല പ്രദേശങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ഈ ഒരു പക്ഷി നിലവിലുണ്ട്. അത് ഈ ദുരിതങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാക്കുന്നതായിട്ട് അനുഭവം കൊണ്ട് തെളിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് കൊണ്ടുകൊണ്ടല്ല, നമ്മുടെ സമയാനുകൂലമല്ലാത്തത് കൊണ്ട് അതങ്ങനെ വരുന്നു എന്ന് മാത്രം. അത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ദുരിത വാർത്ത കേൾക്കാനുള്ള സാധ്യത കാണുന്നു എന്നാണ് അർത്ഥം. അല്ലാണ്ട് ആ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടെന്നല്ല, ആ പ്രദേശത്ത് ഒരു ദുരിത വാർത്ത ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് അത് കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഉള്ള രീതിയല്ല. അതേപോലെ ഉള്ള പ്രദേശത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ കാര്യമായി ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു വാർത്ത കേൾക്കേണ്ടതായിട്ട് വരും എന്നാണ്. അത് അനുഭവിക്കാൻ യോഗമുള്ള കുടുംബത്തിൽ അതുണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ, ഉണ്ടാകും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നാമം ജപിക്കുക, ഈശ്വരനെ ഭജിക്കുക, ഈശ്വര സംരക്ഷണം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്ക രീതിയിലുള്ള കർമ്മങ്ങളെ നമ്മൾ ചെയ്യാവൂ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ദോഷങ്ങളെ ഒന്നും നമുക്ക് ബാധിക്കില്ല. അങ്ങനെ ഒന്നും ബാധിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന മനസ്സും ഉറപ്പിക്കാൻ കഴിയുന്ന പ്രവൃത്തിയുമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇതെല്ലാം നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മൾ സഞ്ചരിക്കാനാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ സഞ്ചരിക്കുന്നവർക്കൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ, നമുക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ, നല്ല രീതിയിൽ ഈശ്വര ചിന്തയോടുകൂടി നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും നമ്മളുടെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിക്കുന്നതിന് ഒരാളുണ്ടെന്നും ആ നിരീക്ഷണത്തിൻ്റെ ഫലമായി കർമ്മഫലങ്ങളെ നമുക്ക് അനുഭവിക്കേണ്ടതായി വരുമെന്നുമുള്ള വിശ്വാസത്തോടെ നല്ല കർമ്മഫലങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ജാതകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടതാണ്. പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത ദുരിതങ്ങളുടെ ഫലം അല്ലെങ്കിൽ സദ്ഗുണങ്ങളുടെ ഫലമാണ് നമ്മൾ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത്.
അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ചിലർ ജനിക്കുമ്പോൾ തന്നെ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദുരിതങ്ങൾ തന്നെ ജീവിതത്തിൽ ബാക്കിയായി കിടക്കുന്നത് കർമ്മഫലം എന്ന് പറയുന്നതിൻ്റെ കാരണമാണ്. ഈ കർമ്മഫലം മാറ്റാനൊന്നും ഒരു യുക്തിവാദിക്കും പറ്റുകയുമില്ല. യുക്തിവാദിക്ക് പറ്റുകയില്ല. യുക്തിവാദി പറയൽ മാത്രമേ ഉള്ളൂ, ഇതൊന്നുമില്ല, ഈശ്വരനൊന്നുമില്ല എന്ന് പറയുകയും എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് ഓടി വരികയും ചെയ്യുന്ന വിഭാഗമാണ് ഈ പറയുന്ന യുക്തിവാദികളിൽ കൂടുതലും. എല്ലാവരും നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കൂടുതലും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മെ നിയന്ത്രിക്കാനും നമ്മളുടെ കൈകളിൽ നിന്ന് വിട്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ബോധം നമുക്കുണ്ട്, നമുക്ക് വേണം. നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, നമ്മളുടെ ഇഷ്ടം പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ നടത്തുന്ന ആ ശക്തിക്ക് മുന്നിൽ നമ്മൾ സറണ്ടർ ആവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തീരും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നാരായണ ജപമാണത്. അത് എല്ലാവരും ഒരു 24 മിനിറ്റെങ്കിലും കേൾക്കാനായിട്ട് ശ്രമിക്കുക. അരമണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ. 24 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മുഹൂർത്ത സമയമാണ്. നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളെയും ഒരു പരിധി വരെ മാറ്റി നിർത്താൻ അത് കഴിയും. അത് ജപിക്കാൻ, ഈ ഒറ്റയ്ക്ക് നിന്ന് ജപിക്കാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലപ്പോഴും പലരും യാത്രയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് കേട്ടോളും. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ ശ്രദ്ധ അതിനകത്തല്ലെങ്കിലും ഇത് എപ്പോഴെങ്കിലും നമ്മുടെ ചെവിയിൽ കേൾക്കും. അത് ഒരു പുണ്യമാണ്. അപ്പോൾ അതങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കേൾക്കുക. അതിനകത്ത് വലിയ മറ്റു ശബ്ദങ്ങളൊന്നുമില്ല, നാമജപം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ നാമജപം വളരെ ഗുണം ചെയ്യും. അടിപൊളി പാട്ട് കേൾക്കുന്ന സമയം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ദോഷങ്ങളും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇത് കേൾക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സന്ധ്യയ്ക്ക് ഇത് ഓൺ ചെയ്ത് വെച്ച് ഇതിനോടൊപ്പം എല്ലാവരും കൂടുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യണ്ട. എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരു ദിവസം പോസ്റ്റ് ചെയ്താൽ പോയാൽ മതി. എല്ലാ ദിവസവും അത് ആവർത്തിച്ച് വരുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് അത് എല്ലാ ദിവസവും കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അത് അതേ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുക, ഉൾക്കൊള്ളുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അലസതയും സംശയവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ദിവസമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശുഭകരമായ അതിൻ്റെ കാര്യത്തിൽ മേന്മയുള്ള ദിവസമായിരിക്കും. അതുകൊണ്ട് അതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശത്രുതാ സ്ഥാനത്തൊക്കെ ഉള്ളവരെ, നമ്മുടെ മിത്രങ്ങളായിട്ടൊക്കെ ഇരുന്നവരും ഇപ്പോൾ ശത്രുവായിട്ട് നടക്കുന്നവരെയൊക്കെ അനുകൂലമാക്കാനും കൂടെ കഴിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അവരെ അനുകൂലമാക്കുക. എങ്കിലും 7 ശനി കാലഘട്ടമാണ്. അപ്പോൾ വാക്കുകളൊക്കെ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഈ ശനി അനുകൂലം അല്ല എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. എങ്കിലും അത് മേന്മയുള്ള ദിവസം തന്നെ. പൊതുവെ അനുകൂലമാക്കാവുന്ന ദോഷഫലങ്ങളുണ്ടെങ്കിലും പൊതുവെ അനുകൂലമാക്കാവുന്നതാണ്. പനി മുതലായ കാര്യങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പൊതുവെ ചില ദൈവാധീനക്കുറവൊക്കെ ഈ ദിവസം മേടക്കൂറുകാർക്ക് ഉണ്ടാകും. കഫരോഗങ്ങൾ, വ്യവഹാര പരാജയം ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ജീവിത പങ്കാളി
പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായുമൊക്കെ ചില അനുകൂല സ്ഥിതി ഉണ്ടാവും. ആഭരണ ലാഭം, ആഭരണ നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവെ നല്ല ഉറക്കം കിട്ടുന്ന ഒരു സാഹചര്യവും ഇവർക്കുണ്ടാകും, ഈ മേടക്കൂറുകാർക്കുണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില അപകടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. തൊഴിലാളികളുമായി ചില പ്രയാസങ്ങൾ, അവരുടെ അനുകൂലമില്ലായ്മ മൂലം ഉള്ള ചില കുഴപ്പങ്ങളുണ്ടാകും. മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമല്ല. വാദസംബന്ധമായ അസുഖങ്ങൾ, കാലുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മൂലമൊക്കെ അല്പം പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായൊരു ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമുണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും. മനസ്സ്, ബുദ്ധി ഒക്കെ അനുകൂലമാണ്. പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായ സ്ഥിതിയിലാണ്. അവരിൽ നിന്ന് ചില സഹായങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും ചെയ്യുവാനും കഴിയുന്ന ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായോ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ ഈ കടബാധ്യത കുറയ്ക്കാൻ കഴിയും. വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയും ഈ കൂറുകാർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളെ വളരെ അധികം നിയന്ത്രിക്കുക. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥത, സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. വാഹന സംബന്ധമായ നേട്ടങ്ങൾക്കും അനുകൂലമായ ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ദിവസമാണ്. അതേപോലെ തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെ ആണ് ഇത്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഈശ്വരാധീനമുള്ള ഗുണകരമായ ഒരു ദിവസമാണ്. അതിനെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈ കൂറുകാർ ശ്രമിക്കുക. മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 10ൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജന്മവ്യാഴമാണ്. രാഹു 9ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയൊക്കെ വേണ്ട സമയമാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ, വായുകോപങ്ങൾ മൂലമൊക്കെ പ്രയാസം ഉണ്ടാവും. ഒന്നിനും ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു ദിവസമായിരിക്കും. അലസതയും സംശയവും മൂലം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. എങ്കിലും മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല.
കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ മൂലം ചില നേട്ടങ്ങളുണ്ടാവും. ശത്രുദോഷം ഉണ്ടാകും. എങ്കിലും വാക്കുകൾ മൂലം അതിനെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനായിട്ടും സഹായിക്കും. മക്കൾ മൂലം ചില പ്രയാസങ്ങൾ, മാനസിക ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഫരോഗങ്ങൾ മൂലം ചില പ്രയാസം ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. വാഹനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ ചില നഷ്ടങ്ങളെയും കരുതിയിരിക്കണം. തൊഴിൽരംഗം അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും. തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. കർക്കിടകം, പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം. 12-ൽ വ്യാഴം, 8-ൽ രാഹു, 9-ൽ ശനി, 2-ൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ കാലഘട്ടം അനുകൂലമല്ല. ചാരവശാൽ ജാതകം നല്ല അനുകൂലമൊക്കെ ആണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടം എന്നേ പറയാൻ കഴിയൂ. ജാതകം അത്ര നല്ലതാണെങ്കിൽ. പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത കാലഘട്ടമാണ്. ഈ കർക്കിടകക്കൂറുകാർ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് നോക്കുന്നത് അവരുടെ ദോഷങ്ങൾ എത്രത്തോളം ഉണ്ടെന്നറിയാനും എന്ത് ചെയ്യണം എന്നറിയാനും ഒക്കെ സഹായിക്കും. പലപ്പോഴും പരിഹാര കർമ്മങ്ങൾ വളരെ പൈസ മുടക്കുള്ളതല്ല. നാമജപാതി കാര്യങ്ങൾ, തൊട്ടടുത്തുള്ള ക്ഷേത്ര ദർശനമൊക്കെ ധാരാളം മതിയാകും. പക്ഷെ അത് ഏത് ക്ഷേത്രം, എന്താണ് അവിടെ ലളിതമായിട്ട് ചെയ്യാവുന്ന പരിഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഈ ദിവസം കഠിന ദോഷമുള്ള ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എങ്കിലും മാനസികമായ അസ്വസ്ഥതയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസതയും സംശയവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൊള്ളൽ ഇതൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ വാക്കുകൾ മൂലം ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. കടബാധ്യത കുറയ്ക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങൾ, പനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകാതിരിക്കാനായിട്ട് കർക്കിടകക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് പൊതുവെ ഒരു രോഗപ്രതിരോധ ശക്തി കുറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ ജാതകം കൊണ്ടും ഈ ഇതുകൊണ്ടൊക്കെയുള്ളൊരു ഗുണം ഇതാണ്. നമ്മുടെ ശാരീരികമായും മാനസികമായുമുള്ള അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയുക എന്നുള്ളതാണ്. മുൻകൂട്ടി അറിഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് തളർന്നിരിക്കാനോ ക്ഷീണിച്ചിരിക്കാനോ ഒന്നുമല്ല. അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഉണ്ടാകാതെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ സുഗമമായി നടത്തുന്നതിനാവശ്യമായ ബോധപൂർവമായ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യപരമായി അത്ര അനുകൂലമല്ലാത്ത സമയമാണെന്ന് പറഞ്ഞാൽ അടുത്ത് രോഗികളായി കിടക്കുന്നവരെ കാണാൻ പോകാതിരിക്കുക, ഒഴിവാക്കുക കാണാൻ പോകുന്നത്. അങ്ങനെ അവരെ കാണാൻ പോയി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പരമാവധി രോഗികളെ കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പരമാവധി അങ്ങനെ പോകാറുമില്ല. വേറെ പ്രശ്നം കൊണ്ടല്ല, അവർ സ്വസ്ഥമായി സമാധാനമായിരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് വിളിച്ചെടുപ്പിച്ച് അവരെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുകയായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരെ വിളിച്ചെടുപ്പിക്കും വീട്ടിലുള്ളവർ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവരെ, രോഗിയെ സംബന്ധിച്ചിടത്തോളം. എന്താണെങ്കിലും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങുകയും സ്വസ്ഥമായിരിക്കുകയും ചെയ്താൽ പല അസുഖങ്ങളും കുറയും. അതോടൊപ്പം നാമജപം പോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കിടക്കുക. ജപിക്കാൻ പറ്റിയില്ലെങ്കിലും കേൾക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ കേട്ട് നല്ല ചിന്തയോടുകൂടിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഉപദ്രവിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ കർക്കിടകക്കൂറുകാർ പ്രത്യേകിച്ച് പാർശ്വവ്യാധികൾ പോലുള്ളടുത്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായ സമയമല്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടെയാണ് കർക്കിടകക്കൂറുകാർക്ക്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടകക്കൂറുകാർ. അത് ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം.
8 ശനി ജന്മകേതുവാണ്. ചിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദോഷമാണ്. കഠിന ദോഷമൊന്നുമല്ല, ദോഷമാണ്. പൊതുവെ ഒരു ദൈവാധീനം പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ്. എങ്കിലും അലസതയോട് കൂടിയിരിക്കുന്നൊരു ദോഷമായിരിക്കും അലസത മൂലം അവർക്ക് പല നഷ്ടങ്ങളുണ്ടാകും. അത് ഒഴിവാക്കുക. എല്ലാത്തിനോടും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു രീതിയും ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിളർച്ച, ദഹനക്കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാവസ്ഥയിലുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. ആസ്മയും അനുകൂലമല്ല. ആസ്മയുള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. എന്നാൽ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹമുണ്ടാകും. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ധനനഷ്ടവും പ്രയാസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. പൊതുവേ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണെങ്കിലും ചില നഷ്ടങ്ങളും കരുതിയിരിക്കണം. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ്. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും. എന്നാൽ തൊഴിലരംഗത്ത് വളരെ പ്രയാസകരായിരിക്കും. പല ഭാഗത്തു നിന്നും തൊഴിലരംഗത്ത് പല സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരൊന്നും അത്ര അനുകൂലമല്ല. പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. കന്നി ഉത്രം അവസാന 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. 7 ശനി, 10 വ്യാഴം, 12 കേതു ഒക്കെ സഞ്ചരിക്കുന്നതാണെങ്കിലും കന്നിക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. മധ്യമാവസ്ഥയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉള്ള ദിവസമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ്. പൊതുവെ ഒരു ആരോഗ്യകരത്തിലൊക്കെ മേന്മയുണ്ടാകുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൊരു പരിധിവരെ അനുകൂലമായി വരാൻ കഴിയും. ശാരീരിക ആരോഗ്യങ്ങളൊക്കെ അനുകൂലമായി തന്നെ വരും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും വേണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാൻ സാധ്യതയുണ്ട്. അപകടങ്ങളെ ഒന്ന് കരുതിയിരിക്കുക. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടൽ സംബന്ധമായ അസുഖങ്ങൾ, കരൾ രോഗം, ഇങ്ങനെയൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം. വാക്കുകൾ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ മേന്മയുണ്ടാകും. ദൈവാധീനത്തിന് അല്പം കുറവുണ്ട്. ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരാം. ജീവിത പങ്കാളി മക്കളും അനുകൂലമൊന്നുമല്ല. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ വരാം. ഈ ജീവിത പങ്കാളി മക്കൾ അനുകൂലമല്ല, കുടുംബത്തിൽ അസ്വസ്ഥത വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടായിക്കൊള്ളണമെന്നല്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യത്തെ ബോധപൂർവം ഒഴിവാക്കണം എന്നാണ്. അല്ലാണ്ട് സാഹചര്യമുണ്ട് എന്നാൽ പിന്നെ അടിച്ചു പൊളിക്കാം എന്നല്ല. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലേക്കാണ് അപ്പോഴത്തെ അന്തരീക്ഷം വരുന്നതെങ്കിൽ ഒന്ന് അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റെന്തെങ്കിലും വർക്ക് ബോധപൂർവ്വം എടുത്ത് ചെയ്യുക. അപ്പോൾ ആ വർക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ നിന്ന് ആ സാഹചര്യങ്ങളെ ബോധപൂർവം മാറ്റം വരുത്തുക. അങ്ങനെ ഗുണകരമായ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുക. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. തൊഴിൽ അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും. തുലാം രാശി ഗുണകരമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 1/4 ഭാഗം ഗുണകരമാണ്. പക്ഷേ തിങ്കളാഴ്ച മനസ്സ് ഒന്ന് അനുകൂലമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളാൽ മനസ്സ് അസ്വസ്ഥമായിരിക്കും.
കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കലഹം ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ മുമ്പിൽ വരുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ചൊക്കെ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകും. ഇത് ഒഴിവാക്കിയ തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്, ശുഭകരമായ ദിവസമാണ്, മേന്മയുള്ള ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസമുണ്ടാകും, അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ആരോഗ്യ കാര്യങ്ങൾ മേന്മയുണ്ടാകും. എന്നാൽ മനസ്സും ബുദ്ധി ഞാനീ പറഞ്ഞ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, പക്ഷെ പിതൃസ്ഥാനീയരെ ഗുരുക്കന്മാരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആസ്മ, മാനസികമായ അസ്വസ്ഥത, അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ചില അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടബാധ്യത മനഃപൂർവ്വം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ചില ശത്രുദോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ആ ശത്രുദോഷത്തൊക്കെ ബോധപൂർവം മറികടക്കാനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നതാണ് സ്വന്തം സ്ഥാപനമൊക്കെ നടത്തുന്നിടത്ത്. അതല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾക്ക് നേടുന്നതിന് വേണ്ട വിദ്യാഭ്യാസം ചെയ്യാനും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നുവെങ്കിൽ തുലാക്കൂറുകാർക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഈ ദിവസവും വളരെ അനുകൂലമാണ്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമല്ല എന്ന് മാത്രം, അത് മാറി, ഇന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു ദിവസത്തേക്കായിരിക്കും. എന്നാലും എങ്കിലും ശ്രദ്ധിക്കാം. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ വരും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും. എന്നാൽ ഉദര സംബന്ധമായ അസുഖങ്ങളും ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളും ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഒരു ക്ഷീണം പൊതുവെ അനുഭവപ്പെടും, എങ്കിലും പൊതുവെ ആരോഗ്യകാര്യം അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു കാലഘട്ടമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ കൂടുതൽ സ്വീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അവനവൻ്റെ കാര്യങ്ങളെയാണ്, അവനവൻ്റെ ചിന്തകളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്താണെങ്കിലും അത്ര മേന്മയില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അത് വളരെ ശ്രദ്ധ വേണം. ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനു, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. 4-ൽ ശനി, 9-ൽ കേതുവാണ്. ധനുക്കൂറുകാർക്ക് കഠിന ദോഷമാണ്. ശ്രദ്ധ വളരെ വേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. അതിൻ്റേതായ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. മുൻകോപം മൂലമുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വളരെ ദോഷം ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കൾ പൊതുവെ അനുകൂലമാണ്. സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങളൊക്കെ ധനുക്കൂറുകാർക്ക് ഉണ്ടാകും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. വാഹന സംബന്ധമായ അപകടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. 6-ൽ വ്യാഴം, 8-ൽ കേതു, 2-ൽ രാഹു ഒക്കെയാണ്. കഠിന ദോഷമുള്ള ദിവസമാണ്.
എങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ മകരക്കൂറുകാർക്ക് ആവശ്യമാണ്. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമാണ്, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദരങ്ങൾ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരുമായി കലഹമുണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കാം. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതക്കുറവ്, സമാധാനക്കുറവ് അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും ധനപരമായ അനാവശ്യ ചെലവുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്ത് ഈശ്വരാരാധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരകരമാകുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാനും ഈ ദിവസം ശ്രദ്ധിക്കുക. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് മകരക്കൂറുകാർ അത് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിന് സമാധാനകരമായ ആശ്വാസം കൊടുക്കാവുന്നതുമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയും. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജന്മരാഹുവാണ്, 2 ശനിയാണ്, 7 കേതുവാണ്. കുംഭൻ രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. അത്ര മേന്മയല്ല, ദോഷകരമായ ദിവസമാണ്. എങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രതിരോധ ശക്തി കുറവ്, നേത്രരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹം, മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. കാരണം കലഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വാക്കുകൾ അതിനൊരു കാരണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും. തൊഴിൽ മേഖല അത്ര മേന്മയേറിയതല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല. തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മീനം, പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കഠിന ദോഷമാണ് മീനക്കൂറുകാർക്ക്. കുറേ കാലത്തേക്കും കൂടെ ഈ ദോഷങ്ങൾ അങ്ങനെ ഉണ്ടാവും മീനക്കൂറുകാർക്ക്. നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്യുക. ഈ ദിവസം വളരെ ദോഷകരമായ ദിവസമാണ്. ആരോഗ്യ അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരു പിടിവാശി, സംശയം, അലസത ഇതൊക്കെ ഉണ്ടാവും. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാൻ തോന്നില്ല. അഭിപ്രായം സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, മറ്റുള്ളവരുമായി കലഹം, മുൻകോപമൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. പലരുടെയും വാക്കുകൾ വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് അവസാനം ദോഷകരമാവും. എന്ത് കാര്യം ചെയ്യുന്നതും സ്വന്തം തീരുമാനത്തിൽ ചെയ്യാവൂ. കാരണം അവരത് ചെയ്തതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരൊന്നും അനുകൂലമാകുന്ന ഒരു സമയമല്ല ഇത്. മറ്റുള്ളവർ അനുകൂലമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് സമയദോഷമുള്ളത് കൊണ്ടാണ് ഈ കൂറുകാർക്കെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ആർക്കും ശത്രുത മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല. ഒരു വ്യക്തിക്ക് സമയദോഷം വരുമ്പോഴാണ് ശത്രുദോഷവും മറ്റുള്ളവരുടെ കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ ഇതൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആ സമയദോഷമാണെന്ന് മനസ്സിലാക്കി അതുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരും കൊടുക്കണം. ധനപരമായ നഷ്ടങ്ങൾ വരും. ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ്. കഫരോഗങ്ങൾ മുതലായവ ഉണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ല. തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും ഈ ദിവസം അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതുമൂലവും ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അനുചിതമായ ചില സുഖബന്ധങ്ങൾ ഈ ദിവസം സൃഷ്ടിക്കപ്പെടാം. അതിനുള്ള സാഹചര്യത്തെയും മീനക്കൂറുകാർ ഒഴിവാക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ ദിവസം ഒരു പരിധി വരെ ദോഷ വിമുക്തമാക്കുന്നതിന് ഇത് സഹായിക്കും. അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് ഇത് വീണ്ടും എല്ലാ ദിവസവും ചെയ്യണം എന്നെനിക്ക് തോന്നുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരുപാട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചില പൊതുവായ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഗുണകരമാണ്, മറ്റുള്ളവർക്കും ഗുണകരമാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വരിക എല്ലാവരും. ഇതെല്ലാവരും കേൾക്കുക. എല്ലാവർക്കും നമസ്തേ.